നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലിയോ മെസ്സിയുടെ ബോഡി ഗാർഡ് യസൈൻ ചൂക്കോയെ ചുറ്റിപ്പറ്റി കുറേ മിത്തുകളിങ്ങനെ പരത്തി വിടുന്നുണ്ട്. അതിൽ പ്രമുഖ മാധ്യമങ്ങളുണ്ട്. അത് തെറ്റാണ് എന്ന് ഇൻ്റർ മയാമിയുടെ കോച്ചായിരുന്ന ടാറ്റ മാർട്ടിനോ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. ഇപ്പോൾ ടാറ്റ മാർട്ടിനോ അല്ല, മഷ്റാനോയാണ്. പക്ഷേ ടാറ്റ മാർട്ടിനോ കോച്ചായപ്പോഴേ ഇത് തെറ്റാണ്, ഈ പ്രചരിക്കുന്ന വാർത്തകളൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞു. എന്നിട്ടും പിന്നെ ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് കൊണ്ട് എന്ത് സുഖമാണ് അത് എഴുതി വിടുന്നവർക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പം ഇന്നലെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിൽ ഒന്നിൻ്റെ FB പേജിൽ വന്ന കാർഡ് ഇങ്ങനെയാണ്: ലയണൽ മെസ്സിയുടെ ബോഡി ഗാർഡ് യാസിൻ ചൂക്കോയെ മറികടന്ന് സൂപ്പർ താരത്തിന് അരികിലെത്തിയ ആരാധകൻ്റെ വീഡിയോ. ഒടുവിൽ മെസ്സിയുടെ ബോഡി ഗാർഡും വീണു. മുൻ US സൈനികനായ യാസിൻ ചൂക്കോയെ മറികടന്ന് മെസ്സിക്കരികിലെത്തിയ ആരാധകൻ. അതാണ് ആ ഒരു കാർഡ്. ഇന്ന് നോക്കുക, ഇതിലെന്തെല്ലാം കള്ളങ്ങളുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ മീഡിയ വണ്ണ് കൊടുത്ത റിപ്പോർട്ട് ഇങ്ങനെയാണ്: ഒടുവിൽ ബോഡി ഗാർഡും വീണു, യാസിൻ ചൂക്കോയെ മറികടന്ന് മെസ്സിക്കരികിലെത്തി ആരാധകൻ. വീഡിയോ. മെസ്സിയുടെ സംരക്ഷണത്തിനായി ഇൻ്റർ മയാമി സഹ ഉടമയായ ഡേവിഡ് ബെക്കാം നേരിട്ടാണ് യാസിൻ ചൂക്കോയെ നിയമിച്ചത്. എന്നിട്ട് മയാമി. ലയണൽ മെസ്സിക്കൊപ്പം അടുത്ത കാലത്തായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ് യാസിൻ ചൂക്കോ. അമേരിക്കൻ ക്ലബ്ബായ ഇൻ്റർ മയാമിയിൽ എത്തിയതിന് പിന്നാലെ മെസ്സിയുടെ നിഴൽ പോലെ സംരക്ഷണം നൽകുന്ന ഇയാളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സംഭവം പറയുകയാണ്. അപ്പം ആ പനാമയിൽ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിനിടക്ക് ഒരു ആരാധകൻ ഗ്രൗണ്ടിലേക്ക് വരികയും ആ സമയത്ത് യാസിൻ ചൂക്കോ അയാളെ തടയാൻ വേണ്ടി ശ്രമിക്കുകയും അവിടെ വീഴുകയും ഒക്കെ ചെയ്യുന്ന ആ സംഭവം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. എന്നിട്ട് അവസാന പാരഗ്രാഫ് നോക്കുക: മുൻ US സൈനികൻ കൂടിയായ യാസിൻ അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മെസ്സിയുടെ സുരക്ഷയ്ക്കായി ഇൻ്റർ മയാമിയുടെ സഹ ഉടമസ്ഥനായ ഡേവിഡ് ബെക്കാം നേരിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചത്. തായ്ക്കൊണ്ടോ, ബോക്സിംഗ്, ആയോധനകല എന്നിവയിൽ വൈദഗ്ധ്യമുള്ളയാളാണ് യാസിൻ ചൂക്കോ. കൂടാതെ നിരവധി MMA ഫൈറ്റുകളിലും ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. മെസ്സിക്കരികിലെത്തുന്നവരെ തടയുന്ന ബോഡി ഗാർഡിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നേരത്തെ വൈറലായിരുന്നു. ഇതാണ് മീഡിയ വൺ മാത്രമല്ല, എല്ലാവരും ഇന്നലെ കൊടുത്ത മിക്കവരും ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ റിപ്പോർട്ടർ ലൈവിൻ്റെ വാർത്ത നോക്കാം. യാസൈൻ എന്ന വൻമരത്തെയും വീഴ്ത്തി മെസ്സിയെ തൊട്ട് ആരാധകൻ. വീഡിയോ. പനാമയിൽ നടന്ന ഇൻ്റർ മയാമിയും സ്പോർട്ടിംഗ് സാൻ മിഗ്വലിറ്റോയും തമ്മിലുള്ള സൗഹൃദ മത്സരത്തിനിടക്കാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഇത് നോക്കുക, വാർത്ത എങ്ങനെയാണ്. റിപ്പോർട്ടർ നെറ്റ്വർക്ക് അതാണ് കൊടുക്കുന്നത്. ഫ്രഞ്ച് ക്ലബ്ബായ PSG വിട്ട് അമേരിക്കൻ ലീഗായ മേജർ ലീഗ് സോക്കർ ക്ലബ്ബായ ഇൻ്റർ മയാമിയിൽ മെസ്സി എത്തിയതിന് മുതൽ ഗ്രൗണ്ടിലും ഗ്രൗണ്ടിന് പുറത്തും നിഴലായി കൂടെയുള്ളയാളാണ് യാസൈൻ ചൂക്കോ എന്ന ബോഡി ഗാർഡ്. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും US നേവി സീലിൽ ജോലി ചെയ്തിട്ടുള്ള യാസിൻ നിരവധി ആയോധന കലകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള അഭ്യാസി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിലോ അതിനു പുറത്തോ യുസൈൻ്റെ ബലിഷ്ഠമായ കൈകളോ ശരീരമോ മറികടന്ന് ഇതുവരെയും ഒരു ആരാധകനും മെസ്സിയുടെ അടുത്തേക്ക് എത്താനായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സംഭവിച്ച കാര്യങ്ങൾ പറയുകയാണ്. ഏതായാലും ഇതിലുള്ള പച്ചക്കള്ളം എന്താണ് എന്ന് ടാറ്റ മാർട്ടിനോ നേരത്തെ വിശദമായി പറഞ്ഞതാണ്. ന്യൂയോർക്ക് ടൈംസിൻ്റെ സ്പോർട്സ് വിഭാഗമായിട്ടുള്ള ദി അത്ലറ്റിക് വിശദമായിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ പൊളിച്ചടുക്കിയതാണ്. എന്നിട്ട് ഇതിങ്ങനെ ആവർത്തിക്കുന്നു. ഇതിപ്പോൾ നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതൊന്നുമല്ല. അവരേതെങ്കിലും ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പറയുന്ന അതുപോലെ ഇങ്ങ് പകർത്തി വിടുന്നതാണ്. ഡെയിലി മെയിൽ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെയാണ് കാര്യം കൊടുത്തത്. നമുക്ക് goal.com ഇത് കൊടുത്ത് നോക്കണം. ലയണൽ മെസ്സിസ് ബോഡി ഗാർഡ് ഫൈനലി ഡിഫീറ്റഡ് ആസ് പിച്ച് ഇൻവേഡർ ആക്സിഡൻ്റലി ടേക്സ് ഔട്ട് എക്സ് നേവി സീൽ യാസിൻ ചൂക്കോ ബിഫോർ എംബ്രൈസിങ് ഇൻ്റർ മയാമി സൂപ്പർ സ്റ്റാർ എന്നാണ്. അപ്പോൾ അവരും പറയുന്നത് നേവി സീൽ യാസിൻ ചൂക്കോ എന്നാണ്. എക്സ് നേവി സീൽ യാസിൻ ചൂക്കോ. ഇതേ goal.com നമ്മുടെ ടാറ്റ മാർട്ടിനോ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ആ വാർത്തയും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് നോക്കണം. അതായത് ടാറ്റ മാർട്ടിനോ അന്ന് പറഞ്ഞല്ലോ, ഇത് പച്ചക്കള്ളമാണ്, നിങ്ങളിങ്ങനെ കൊടുക്കരുത്, ഇത് ശരിയായിട്ടുള്ള വാർത്തയല്ല, നിങ്ങളിങ്ങനെ ഇത് കൊടുത്തുകൊണ്ടിരുന്നാൽ അത് ശരിക്ക് യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വലിയ സങ്കടമുണ്ടാക്കും, ഇങ്ങനെ പച്ചക്കള്ളം കൊടുക്കല്ലേ എന്ന് നേരത്തെ തന്നെ ടാറ്റ മാർട്ടിനോ പറഞ്ഞിരുന്നു. അന്നത്തെ വാർത്ത കൊടുത്തവരാണ്, കൃത്യമായി പറയാം, 2023 ഒക്ടോബർ 11 ടാറ്റ മാർട്ടിനോ പറഞ്ഞ വാർത്ത ഇതേ goal.com കൊടുക്കുന്നുണ്ട്. വാസ് ലയണൽ മെസ്സിസ് ബോഡി ഗാർഡ് റിയലി എ നേവി സീൽ? Giant smoke bomb around യാസിൻ ചൂക്കോ അഡ്രസ്ഡ് ബൈ ഇൻ്റർ മയാമി ബോസ് ടാറ്റ മാർട്ടിനോ എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത അതേ goal.com ഇന്നലെ വീണ്ടും പറയുകയാണ് ഇയാൾ നേവി സീലാണ് എന്നൊക്കെ. അപ്പം ഇതിലുള്ള കള്ളങ്ങൾ അക്കമിട്ട് പറയാം. ഒന്ന്,
ഇദ്ദേഹം മുൻ US സൈനികനല്ല. പോരെ, ന്യൂയോർക്ക് ടൈംസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് US സൈനികരുടെ കൃത്യമായ ഡാറ്റ ലഭ്യമാണ്, പബ്ലിക്ലി ലഭ്യമാണ്. അതിലൊന്നും ഇങ്ങനെ ഒരാളില്ല. 2, അപ്പോൾ പിന്നെ നേവി സീൽ മറിച്ച് എന്നുള്ളൂ നോക്കണ്ട. ഇയാൾ മുൻ US സൈനികനല്ല. ഇനി പറയട്ടെ, ഇയാൾ US ഒറിജിൻ പോലും അല്ല, US അദ്ദേഹം ജനിച്ചതും വളർന്നതും ഒന്നും. ഇദ്ദേഹത്തെ ബെക്കാം മയാമിയിലേക്ക് മെസ്സി എത്തിയപ്പോൾ നേരിട്ട് തിരഞ്ഞു പിടിച്ച് അങ്ങ് അപ്പോയിൻ്റ് ചെയ്തു എന്നല്ല പറഞ്ഞത്. അല്ല, ഇദ്ദേഹം ഫ്രഞ്ച് ഒറിജിനാണ്. ഫ്രാൻസിൽ തന്നെയായിരുന്നു. PSG സെക്യൂരിറ്റി ടീമിൽ ഇദ്ദേഹം 5 വർഷക്കാലം ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് മെസ്സിയുമായിട്ട് പരിചയപ്പെടുന്നത്. മെസ്സി മയാമിയിലേക്ക് പോയപ്പോൾ കൂടെ അങ്ങ് കൊണ്ടുപോയി. അതിനിവിടെ പടച്ചുവിടുന്നത് എന്താ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും കുറേ സംഭവങ്ങളുണ്ട്. എന്താണ്? തായ്ക്കൊണ്ടോ, ബോക്സിങ്, ആയോധന കലകൾ, MMA ഇയാളുടെ ചെറിയ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ഈ പറയുന്ന പോലെ വലിയ രൂപത്തിൽ ഒരു കരിയറൊന്നും അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ടാറ്റാ മാർട്ടിനോ പറഞ്ഞിട്ടുള്ള വിവരത്തിലേക്ക് ആദ്യം പോവുകയാണ്. ടാറ്റാ മാർട്ടിനോ അന്ന് പറഞ്ഞത് വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയാണ്, ദി റിയാലിറ്റി ഈസ് ദാറ്റ് സോ മെനി പീപ്പിൾ ഇൻവെൻറ്റ് സ്റ്റോറീസ് ദാറ്റ് എൻഡ് അപ്പ് കോസിങ് പ്രോബ്ലം ഫോർ ദി പ്രൊട്ടഗനിസ്റ്റ് ഇൻവോൾവ്ഡ്. He had never been to the United States. He was in the war or part of the US military. അതുകൂടി പറയണം. ഇവിടെ പറഞ്ഞതെന്താ? ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. ടാറ്റാ മാർട്ടിൻ പറഞ്ഞു ഹി വാസ് ഇൻ ദി വാർ ഓർ പാർട്ട് ഓഫ് US military. യാസിൻ ചൂക്കോ ആദ്യം US മിലിറ്ററിയിലാവണ്ടേ, എന്നിട്ടല്ലേ യുദ്ധത്തിന് പോവുക. അപ്പോൾ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം US മിലിറ്ററിയിൽ ഉണ്ടായിരുന്നില്ല. All of those reports about him over the past weeks are all false എന്ന് 2023 ടാറ്റാ മാർട്ടിനോ പറയുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പ്രചരിപ്പിക്കുന്ന എല്ലാ വാർത്തകളും തെറ്റാണ് എന്ന് ടാറ്റാ മാർട്ടിനോ അന്ന് പറയുന്നത്. goal.comൻ്റെ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്. എന്നിട്ടാണ് goal.com ഇന്നലെ ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ പിന്നെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ പിന്നെ അങ്ങനെ വരുന്നതെടുത്ത് അങ്ങ് ചെയ്യുന്നവരാണ്. അപ്പോൾ പിന്നെ അതിലെന്തും മാറ്റമുണ്ടാവാനാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ ഫാക്റ്റ് ഇങ്ങനെ നിങ്ങൾ ഓരോന്ന് പടച്ചു വിടുന്നത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ കുറച്ചുകൂടി പ്രൂഡൻ്റ് ആവണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്കിതിൽ പറയാനുള്ളത്. അദ്ദേഹം ഒരു എക്സലൻറ്റ് ഗൈയാണ്. യാസിൻ ജിക്കയെ കുറിച്ച് പറയുകയാണ്. വളരെയധികം ഡെഡിക്കേഷനുള്ള, ഓൾവേസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് ഹീ ഈസ് എ ക്ലോസ് പാർട്ട് ഓഫ് അവർ സ്റ്റാഫ് ആസ് വെൽ എന്നുകൂടി പറയുന്നുണ്ട്. എന്നിട്ട് മാർട്ടിനോ മാധ്യമങ്ങളോടൊരു കാര്യം കൂടി പറയുന്നുണ്ട്. At least confirm things instead of repeating what one outlet says. ഒരു ഔട്ട്ലെറ്റ് തെറ്റായി എന്തെങ്കിലും പ്രചരിപ്പിച്ചത് നിങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിന് മുമ്പ് കാര്യങ്ങൾ ശരിയല്ലേ എന്നൊന്ന് കൺഫേം ചെയ്യുകയെങ്കിലും വേണം. അതാണ് നമ്മുടെ മാധ്യമപ്രവർത്തകരോട് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഒരു യൂട്യൂബ് ചാനലും വെച്ച് ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് എടുക്കാമെങ്കിൽ ഇതിനേക്കാൾ വലിയ സംവിധാനങ്ങളിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, മാധ്യമപ്രവർത്തകർക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അത് കണ്ടെത്തണ്ട, അല്ലെങ്കിൽ അതിനായിട്ട് എഫേർട്ട് എടുക്കണ്ട എന്ന് കരുതിയിട്ടാണോ, അതല്ല ഇനി ഇവരെടുക്കുന്ന സോഴ്സിലുള്ളതൊക്കെ ശരിയാണെന്ന് കണ്ണടച്ച് വിശ്വസിച്ചിട്ടാണോ ഇത് സംഭവിക്കുന്നതെന്ന് അറിയില്ല. വീണ്ടും ഈ കള്ളങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ടാറ്റാ മാർട്ടിനോ പറയുന്നുണ്ട്. എന്ത്? ഹോൾ വേൾഡ് ഈസ് വാച്ചിങ് ഇൻ്റർ മയാമി ബിക്കോസ് ഓഫ് ലിയോ. ലോകം മുഴുവനും ഇൻ്റർ മയാമിയിട്ട് നോക്കിയാണ് ലിയോ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ആൻഡ് ബിക്കോസ് Yasin works closely with Leo, these reports become a giant smoke bomb that is false and that can cause issue for a guy who is very good person. അതുകൂടി ടാറ്റാ മാർട്ടിനോ പറയുന്നുണ്ട്. എല്ലാവരും മെസ്സി വിട്ട് നോക്കുമ്പോൾ മെസ്സിക്കൊപ്പം വർക്ക് ചെയ്യുന്ന ആളെക്കുറിച്ച് ഇങ്ങനെ വാർത്ത വരുമ്പോൾ അതൊരു സ്മോക്ക് ബോംബാണ്. ഇല്ലാത്ത കാര്യം പറഞ്ഞു വരുമ്പോൾ അത് അദ്ദേഹത്തിന് ഇഷ്യൂ ഉണ്ടാക്കുമെന്ന് ടാറ്റാ മാർട്ടിനോ അന്ന് തന്നെ 2023 തന്നെ തുറന്നങ്ങ് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് പിന്നെ ഇത് തന്നെ ഇനിയും പാടുന്നതിന് എന്തർത്ഥമാണുള്ളത്? വേണ്ട. ദി അത്ലറ്റിക് വിശദമായിട്ട് വലിയ ലേഖനമാണ്. അത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഈ ഒരു സ്പോർട്ടിംഗ് വിങ്, സെർച്ചിങ് ഫോർ ദി ട്രൂത്ത് അബൌട്ട് മെസ്സിസ് മിസ്റ്റീരിയസ് ബോഡി ഗാർഡ്. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളിൽ പലരും നമുക്ക് പരിചയമുള്ളവരാണ്. അവരിൽ പലരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാറുണ്ട് എന്നും അറിയാം. അപ്പോൾ അവരോട് പറയുകയാണ്, ഇത് ആർക്ക് വേണമെങ്കിലും എടുക്കാവുന്ന ഒരു ന്യൂയോർക്ക് ടൈംസിൻ്റെ ലേഖനമാണ്. അതിൽ കയറിയാൽ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. കാരണം
ടാറ്റ മാർട്ടിന് പറഞ്ഞാൽ എവിടെയും കിട്ടും. അല്ല, അവരുടെ ഈ ഒരു ഇതിൻ്റെ മിസ്റ്ററി പൊളിക്കാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള ശ്രമം, യാസിൻ ചേക്കോവുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അത്രയധികം വശമില്ലാത്തതും ഒക്കെ അവരതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ US മിലിറ്ററിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഈ പറഞ്ഞ പോലെ ഫ്രാൻസിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വിശദമായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പടച്ചു വിടുന്നതിന് മുമ്പ് നമ്മൾ ആ യാഥാർത്ഥ്യം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. വേണ്ടെന്നേ, ഇനി ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ടെന്നേ, യാസിൻ ചിക്കോയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കൊന്ന് പോയാൽ 2024 ഏപ്രിൽ 9 അദ്ദേഹം ഇട്ടൊരു പോസ്റ്റുണ്ട്. ആ പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പോസ്റ്റാണ്. ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഗ്രോയിങ് അപ്പ് ഇൻ എ പുവർ നൈബർഹുഡ് ഇൻ പാരീസ് ആൻഡ് സ്റ്റാർട്ടിങ് എ ന്യൂ ലൈഫ് ഇൻ മയാമി. വളർന്നത് പാരീസിലെ ദരിദ്രമായ ചുറ്റുപാടുകളിലാണ്. അവിടെ നിന്ന് മയാമിയിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. സ്റ്റാർട്ടിങ് എ ന്യൂ ലൈഫ് ഇൻ മയാമി ഗവ് മീ ദി ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. സോ യൂറോപ്പിൻ്റെയും ഈ അമേരിക്കയുടെയും ബെസ്റ്റ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, പാരീസിൻ്റെ എലഗൻസും മയാമിയുടെ വൈബ്രൻറ്റ് കളേഴ്സും എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ്. ദിസ് മിക്സ് ഇൻസ്പയർഡ് മീ ടു ക്രിയേറ്റ് വോൾക്കാനിക് ക്ലോത്തിങ്, my own fashion brand. I am excited to share that we are now open for orders worldwide എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫാഷൻ ബ്രാൻഡിൻ്റെ പ്രൊമോഷനായിട്ട് അദ്ദേഹം ഇട്ടെടുത്ത് അദ്ദേഹം കൃത്യമായി പറയുന്നു, പാരീസിൽ ജനിച്ചു വളർന്നവരാണ്, ഇപ്പോൾ മയാമിയിലേക്ക് പുതിയൊരു ജീവിതം ആരംഭിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് എന്നൊക്കെ. ഇനിയും നിങ്ങൾ പറഞ്ഞ് അങ്ങ് പരത്തണം. ഇദ്ദേഹം സൈനികനാണെന്നും US സൈനികനാണെന്നും അഫ്ഗാനിലും ഇറാഖിലുമൊക്കെ യുദ്ധം ചെയ്തയാളാണെന്നും ബെക്കാമാണ് അദ്ദേഹത്തെ നേരിട്ട് അപ്പോയിൻ്റ് ചെയ്തതെന്നൊക്കെ. പ്രിയ സുഹൃത്തുക്കളെ, ഒരു വാർത്ത കൊടുക്കുമ്പോഴേ നമുക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫാക്റ്റ് ചെക്ക് ചെയ്യാനുള്ളൊരു ബാധ്യതയുണ്ടല്ലോ. നമ്മളെപ്പോലെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നവരല്ലല്ലോ. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചായിരിക്കുമല്ലോ ചെയ്യുക. അപ്പോൾ ഇതൊരു ക്ലാസിക് എക്സാമ്പിളാണ്. ഒരു കള്ളം പറഞ്ഞ് അത് സത്യമാണെന്നങ്ങ് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും മെസ്സിയുടെ ബോഡി ഗാർഡിനെ കുറിച്ച് ഈ പ്രചരിക്കുന്നതൊക്കെ വെറും മിത്താണെന്ന് ഫുട്ബോൾ പ്രേമികൾ മനസ്സിലാക്കി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.